എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ OTT റിലീസും അതുപോലെ ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന 20 സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മാർക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷ് തുടങ്ങി ഒരു വമ്പൻ താരനിരയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു സിനിമയാണിത്. പോയിത മാർക്ക് എന്ന സിനിമയ്ക്ക് ആദ്യ ദിനം 4,90,00,000 രൂപ കളക്ഷൻ കിട്ടിയിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് 45 ലക്ഷം രൂപയും കിട്ടി. ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ മാർക്ക് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പാലും പഴവും എന്ന സിനിമയെ കുറിച്ചാണ്. മീര ജാസ്മിനാണ് സിനിമയിലെ നായിക. അതുപോലെ ഒരുപാട് താരത്തിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സൈനാപ്ലയിലാണ് പാലും പഴവും എന്ന സിനിമ OTT റിലീസ് ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം എന്ന സിനിമയെ കുറിച്ചാണ്. അർജുൻ അശോകൻ ദേവികയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. അർജുൻ അശോകൻ പോലീസായിട്ടാണ് സിനിമയിൽ വന്നത്. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായി. റിയാസ് ഖാൻ മികച്ച അഭിനയമാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ ഇതാ വൺസ് അപ്പോൺ എ ടൈം എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരിയിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും തമനയുമാണ് കേന്ദ്ര കഥാപാത്രമായി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വലിയ ഹൈപ്പോട് കൂടിയാണ് സിനിമ വന്നത്. പക്ഷേ സിനിമ 8 നിലയിൽ പൊട്ടി. ദിലീപ് ഒരു ഗ്യാങ്സ്റ്ററായിട്ടാണ് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ കോമഡിയായി മാറി. തമനയുടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമയായിരുന്നു മലയാളത്തിൽ. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര ഹൈപ്പ് ലഭിച്ചില്ല. ഇപ്പോൾ ഇതാ ബാന്ദ്ര എന്ന സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസത്തിൽ ബാന്ദ്ര എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ക്രിസ്മസ് ദിനത്തിൽ സർപ്രൈസ് ആയിട്ട് ബാന്ദ്ര എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പക വിമാനം എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിജു വിൽസൺ, ബാലു വർഗീസ്, നമിത, ലെന, ബേസിൽ ജോസഫ് തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുഷ്പക വിമാനം എന്ന സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ സൈനാപ്പിളെ പുഷ്പക വിമാനം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസമായിരിക്കും സിനിമയുടെ റിലീസ്. വ്യത്യസ്തമായ ഒരു ത്രില്ലർ സിനിമയാണ് പുഷ്പക വിമാനം. ഈ ക്രിസ്മസിന് സിനിമ സൈനാപ്പിളയിൽ OTT റിലീസ് ചെയ്തേക്കും. ഡിസംബർ 24 വരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ്, നമിത പ്രമോദ്, ബേസിൽ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായിരുന്നു. സിനിമയ്ക്ക് വേണ്ടത്ര നല്ല റെസ്പോൺസ് ലഭിച്ചില്ല. ഇപ്പോൾ ഇതാ കപ്പ് എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ സ്പോർട്സ് മൂവിയാണ്. ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അനികയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്യു തോമസിന്റെ കരിയറിലെ ഏറ്റവും പരാജയപ്പെട്ട സിനിമയായിരിക്കും കപ്പ് എന്ന സിനിമ. ഇപ്പോൾ ഇതാ സൈനാപ്പിളെ സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി ആദ്യ വീക്കിലാണ് കപ്പ് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് എവറേജ് അഭിപ്രായം മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഗിരീഷ് ഏടിയാണ് സിനിമ സംവിധാനം ചെയ്തത്. പ്രേമലുവിന് ശേഷം വന്നതുകൊണ്ടാണ് ആരാധകർ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയത്. പക്ഷേ സിനിമ ഫ്ലോപ്പായി. ഒരു ഹാക്കറുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. നസ്ലിൻ, ദിലീഷ് പോത്തൻ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് കാതലൻ എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ 24 മനോരമ മാക്സിൽ കാതലൻ എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രമായി വന്ന സിനിമയായിരുന്നു ആനന്ദ് ശ്രീബാല. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് നല്ലൊരു കയ്യടി സിനിമയ്ക്ക് ലഭിച്ചു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായില്ല. ഇപ്പോൾ ഇതാ ആനന്ദ് ശ്രീബാലയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. സംഗീത, അപർണദാസ്, അർജുൻ അശോകൻ, ശിവദ, സൈജ് കുറുപ്പ് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൽ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സർപ്രൈസ് ആയിട്ടായിരിക്കും ആമസോൺ പ്രൈമിൽ സിനിമ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ കുറിച്ചാണ്. ദിലീപിന്റെ ഫ്ലോപ്പായൊരു സിനിമയായിരുന്നു തങ്കമണി. സിനിമ നല്ല ഹൈപ്പോട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു.
തങ്കമണി എന്ന സിനിമ ഒരു റിയൽ സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. ദിലീപ് നിതാപള്ളിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിലുണ്ടായ ഒരു സംഭവമാണ് സിനിമ വിവരിക്കുന്നത്. സിനിമ അത്യാവശ്യം നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു? ഈ സിനിമയുടെ OTT വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങി വർഷങ്ങളായി, ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം തങ്കമണി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും തങ്കമണി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ആമസോൺ പ്രൈമിൽ തങ്കമണി എന്ന സിനിമ സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര കോ ആൻഡ് ബോക്സ് എന്ന സിനിമയെ കുറിച്ചാണ്. നിവിൻ പോളിയാണ് സിനിമയിൽ നായകനായി വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഓണത്തിനാണ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെ സിനിമയുടെ OTT വിറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം രാമചന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മമിത ബൈജു, ഗണപതി, വിനയ് ഫോർട്ട് തുടങ്ങി ഒരു നീണ്ട താരനിര തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ രാമചന്ദ്ര കോ ആൻഡ് ബോക്സ് എന്ന സിനിമ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ റിലീസിനെത്തും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 28 സിനിമ വരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കടകൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു മാർക്സ് ആക്ഷൻ സിനിമയാണ്. ഈ സിനിമയുടെ OTT റിലീസ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൺ നെക്സ്റ്റ് ആണ് സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സിനിമയുടെ OTT പോസ്റ്റ്പോൺ ചെയ്തു. സോന, ഹക്കീം, ശരത്ത്, ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. അത്യാവശ്യം ആക്ഷൻ രംഗങ്ങൾ സിനിമയിലുണ്ട്. ഈ കടകൻ എന്ന സിനിമയുടെ OTT വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ 24 സൺ നെക്സ്റ്റിൽ സിനിമയുടെ OTT റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. പക്ഷേ സിനിമയുടെ OTT വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ബാലാജി, ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ്, വർഷ, ഗൗരി, സാബുമോൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഡിസംബർ 24 മനോരമ മാക്സിൽ ഓശാൻ എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് അയ്യറിൻ അറബി എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ എന്ന സിനിമയിലെ നായിക, അതുപോലെ ദുർഗ, ഉർവശി, ഷൈൻ ടോം ചാക്കോ, മണിയമ്പിള്ള രാജു തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മുകേഷും ഉർവശിയുമാണ് സിനിമയിൽ കോമഡി കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര റെസ്പോൺസ് ലഭിച്ചില്ല. ഇപ്പോഴിതാ അയ്യറിൻ അറബി എന്ന സിനിമയുടെ OTT അവകാശം സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ അയ്യറിൻ അറബി എന്ന സിനിമ സൈനാപ്ലേയിൽ OTT റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെ കുറിച്ചാണ്. ഒമർ ലല്ലു അവസാനമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. ഈ ഓണത്തിനാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. റഹ്മാനാണ് സിനിമയിലെ നായകൻ. അതുപോലെ ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് ബാഡ് ബോയ്സ് എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. റഹ്മാന്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ബാഡ് ബോയ്സ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഹോട്ട്സ്റ്റാർ ആണ് ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഡിസംബർ 28 ഹോട്ട്സ്റ്റാറിൽ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയെ കുറിച്ചാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ ഒരു സിനിമയായിരുന്നു ഹലോ മമ്മി. ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഹൊറർ കോമഡി മൂവിയാണിത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹലോ മമ്മി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ആമസോൺ ഇതിനോടകം തന്നെ ഒരുപാട് സിനിമ വാങ്ങിച്ചു കഴിഞ്ഞു. ഈ ഡിസംബർ ലാസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 31 ആമസോൺ പ്രൈമിൽ ഹലോ മമ്മി എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ 2 എന്ന സിനിമയെ കുറിച്ചാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ 1500 കോടി സിനിമ കളക്ഷൻ നേടി. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ജനുവരി 5 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ സിനിമ റിലീസായിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എന്ന OTT പ്ലാറ്റ്ഫോമിൽ ലീക്കായിട്ടാണ് സിനിമ റിലീസായിരിക്കുന്നത്. HD പ്രിന്റാണ് വന്നിരിക്കുന്നത്. തമിഴ്, മലയാളം, കന്നഡ തുടങ്ങി എല്ലാ ഭാഷകളിലും പുഷ്പ 2 ഇന്നലെ
റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഭാവനയാണ് സിനിമയിലെ നായിക. അതുപോലെ വേറെയും ഒരുപാട് താരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോളേജിലുണ്ടാകുന്ന കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇതൊരു ഹൊറർ സിനിമയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഭാവനയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ റിലീസിന് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഈ ക്രിസ്മസിന് സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ ഹണ്ട് എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. ജോർജ് ജോർജ് നായകനായ സിനിമയായിരുന്നു പണി. ജോർജ് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടിയിട്ടുണ്ടായിരുന്നത്. 30 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടി. ഇപ്പോഴിതാ സോണി ലീവ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ റിലീസ് ജനുവരിയിലായിരിക്കും. സോണി ലീവ് ഒരു മാസത്തിൽ ഒരു സിനിമ മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. അവസാനം ഡിസംബറിൽ റിലീസാക്കിയത് ബോഗൻവില്ലയായിരുന്നു. അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് ജനുവരി 1 പണി എന്ന സിനിമയുടെ OTT റിലീസ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.